ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 2 ഒന്ന് വേഗം ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്താലോ, ഒരു വൺ ഷോട്ട് എടുത്താലോ. നാഷണൽ ഇൻകം എന്താണ്? നാഷണൽ ഇൻകം ദിസ് ഈസ് എ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് all the goods and services, all the final goods and services produced in a country during a financial year. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സം ടോട്ടൽ മണി വാല്യൂവിനെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ നേഷൻ ഡ്യൂറിങ് എ പീരീഡ്. ഒരു രാജ്യത്തെ ആളുകളുടെ വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഗുഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്ററി ഗുഡ്സും. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്ററി ഗുഡ്സും. എന്താണ് ഫൈനൽ ഗുഡ്സ്? ഗുഡ്സ് യൂസ് ഫോർ ഫൈനൽ കൺസംപ്ഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്ട് ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഫൈനൽ ഗുഡ്സ്. എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതിൽ നിർമ്മാണങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഇനി യാതൊരു പ്രോസസ് ഓഫ് പ്രൊഡക്ഷനും ഇല്ല, ഫുള്ളി പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്ത ഫൈനൽ കൺസംപ്ഷൻ മാത്രമാണെങ്കിൽ അതിനെ ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കും. ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കും. ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് എ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അത് ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി വുഡ്സ് യൂസ് ചെയ്യുന്നു, ഷൂ പ്രൊഡ്യൂസ് ചെയ്യാൻ ലെതർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ലെതറിനെയും വുഡ്സിനെയൊക്കെ എന്ത് വിളിക്കുന്നു? ഇന്റർമീഡിയറ്ററി ഗുഡ്സ്. ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള മറ്റ് ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർമീഡിയറ്ററി ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് പറഞ്ഞാൽ ഫൈനൽ കൺസംപ്ഷൻ ആണ്, ഇനി യാതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സും അതിൽ കംപ്ലീറ്റ് ആകാനായിട്ടില്ല. ഈ ഫൈനൽ ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും, കൺസ്യൂമർ ഗുഡ്സിനെ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് കൺസ്യൂമർ ഗുഡ് അല്ലെങ്കിൽ കൺസംപ്ഷൻ ഗുഡ്സ്? ഗുഡ്സ് ആർ നോട്ട് സബ്ജക്ട് ടു ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ്ഡ് ബൈ ദ കൺസ്യൂമർ ഡയറക്ട്ലി ആർ കോൾഡ് കൺസ്യൂമർ ഓർ കൺസംപ്ഷൻ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, അപ്പോൾ ഒരു സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ ഗുഡ്സ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഡയറക്ട്ലി ഉപയോഗിക്കുന്നു, ഇനി വേറെ ആർക്കും കൈമാറ്റം ചെയ്യുന്നില്ല, വാങ്ങുന്ന ആൾ തന്നെ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. പ്രൊഡ്യൂസർ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി, കൂടാതെ മറ്റ് ഗുഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹെൽപ്പിംഗ് ആയിട്ട് മിഷൻസിന്റെ ഒക്കെ എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു, മിഷൻ പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണോ? മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റ്മെന്റ്, അടുത്ത കോൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഫോർമേഷൻ. വിച്ച് ഈസ് ദ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസിന്റെ ഒരു മാർക്കറ്റിലെ എക്കണോമിയിലെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്കുള്ള അഡീഷനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്? ടോട്ടൽ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് പറഞ്ഞാൽ കുറെ കാലം നിൽക്കുന്ന ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അവൻ ടോട്ടൽ ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഒരു എക്കണോമിയിൽ ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂയിൽ വരുന്ന ലോസ്, നോർമൽ വെയർ ആൻഡ് ടയർ കൊണ്ടൊക്കെ വരുന്ന ഒരു ലോസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ക്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. സ്റ്റോക്ക് വേരിയബിളും ഫ്ലോ വേരിയബിളും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ടോപ്പിക് വരും, ഗുഡ്സ് ടോപ്പിക് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ടാണ്. അടുത്ത സ്റ്റോക്ക് ആൻഡ് വേരിയബിൾ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് വേരിയബിൾ ആൻഡ് ഫ്ലോ വേരിയബിൾ. സ്റ്റോക്ക് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക്. ഇപ്പൊ ഒരു ടാങ്കിലെ വാട്ടർ, അതെന്താണ്? അതിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിന് ചലനമില്ല, അത് ഫ്ലോ ചെയ്യുന്നില്ല, അല്ലെ? സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ മെഷർ, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യുന്നത്. ഒരു ദിവസത്തെയാണ്, ആ ഒരു ദിവസത്തെ ഡേറ്റയാണ് ബാലൻസ് ഷീറ്റ് മെഷർ ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതായത് ക്യാപിറ്റൽ, വെൽത്ത്, ഇൻവെന്ററി ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന എന്നാണോ ആ ഒരു ടൈമിലെ ഡീറ്റെയിൽസേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ കൺസപ്ഷൻ, ഇൻകം, ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിലെ ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അതിനെയാണ് ഫ്ലോ വേരിയബിൾ. കുറേ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് മാത്രമാണെങ്കിൽ സ്റ്റോക്ക് വേരിയബിളും, അതുപോലെ തന്നെ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു ലാർജ് പീരീഡിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അതിനെ ഫ്ലോ വേരിയബിൾ എന്നുമാണ് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെന്ററി. അതായത് നമുക്ക് വിറ്റ് പോകാതിരിക്കുന്ന, അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഔട്ട്പുട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് അൺസോൾഡ് ആയിട്ടുള്ള സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഇൻവെന്ററി ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്.
ഇറ്റ് മേ അക്യുമുലേറ്റ് ഓർ ഡിക്യുമുലേറ്റ്. അതെന്ന് നമുക്ക് പഠിക്കാം. എന്താണ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി? ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ്. അതായത് ഇപ്പൊ 2024-25 ഒരു ഇയർ, 2024 ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് ആയ April 1 2025 March 31 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ട്, ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാട്ടിലും കൂടുതൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററിയെക്കാട്ടിലും കൂടുതൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്നാണ് വിളിക്കുന്നത്. ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷ അവസാനം, അതായത് എൻഡിങ്ങിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററിക്കാട്ടിലും കുറവാണെങ്കിൽ അതിനെ ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നു. ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി. പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. എന്താണ് പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? അതായത് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൂടിയിരിക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരിക്കുക. നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്നത് എന്താണ്? നമ്മുടെ പ്ലാന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്തതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി വെച്ചതാണെങ്കിൽ, നമ്മൾ മനഃപൂർവ്വം നമ്മൾ എന്തെങ്കിലും ഒരു എയിമോടെ കൂടി കൂട്ടി വെച്ചതാണെങ്കിൽ അതിനാണ് പ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണ്, അത് നമ്മൾ പ്ലാൻഡ് ആണ്, ഡെലിബറേറ്റ്ലി കുറച്ചതാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പ്ലാൻഡ് ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് അൺപ്ലാൻ എന്ന് പറഞ്ഞാൽ? പ്ലാൻ ഒന്നും നമ്മൾ അറിഞ്ഞ പോലും ഇല്ല, അബദ്ധവശാൽ നമ്മുടെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്നു. അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. നമ്മൾ മനഃപൂർവ്വമല്ല, അൺപ്ലാൻഡ് ആയിട്ടാണ്, നമ്മൾ ഡെലിബറേറ്റ്ലി അല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ അൺപ്ലാൻഡ് ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നു. എന്താണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി? ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഇൻവെന്ററി. നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടാക്സ് ഇമ്പോസ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന് മേലെ, സാധന സേവനങ്ങൾക്ക് മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന് മേലെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഡയറക്ട് ടാക്സിന് സബ്സിഡി കുറച്ചാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇൻകം, ട്രാൻസ്ഫർ റിട്ടേൺസ്? ഇഫ് ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ പേയ്മെന്റ്, അതായത് ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു, തിരിച്ചെനിക്കൊന്നും കിട്ടിയില്ല, അല്ലെ ഒരാൾ എനിക്ക് ക്യാഷ് തന്നു, എനിക്കൊന്നും കിട്ടിയില്ല, അതാണ് യൂണിലാറ്ററൽ പേയ്മെന്റ്. നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് ക്യാഷ് കൊടുക്കുന്നു, നമ്മൾ ഫ്രീ സർവീസ്. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നില്ല, പ്രായമായവർക്ക് വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നു. പകരം ഗവൺമെന്റ് എന്തെങ്കിലും വാർദ്ധക്യം ചെന്ന ആളുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. സ്കോളർഷിപ്പ്, പഠിക്കുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, ഗവൺമെന്റ് യാതൊരു പ്രയോജനമുണ്ടോ? വിഡോ പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതല്ല, ചുമ്മാതെ കൊടുക്കുന്ന പേയ്മെന്റുകളെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റുകൾ, ട്രാൻസ്ഫർ ഇൻകം എന്നും ട്രാൻസ്ഫർ റിട്ടേൺസ് എന്നും വിളിക്കുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഫാക്ടർ ഇൻകം